ഇനി വേറെ കാര്യം കാണിച്ചിട്ട് ഇത് നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇത്രയും കളറുകൾ ഇത് അവൈലബിൾ ആണ്. ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങളത് കമന്റ് കേട്ടോ. 1 2 3 4. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൈവർക്ക് നാവിഗേഷൻ്റെ റൂട്ട് മാപ്പ് പറഞ്ഞു കൊടുക്കാൻ മൊബൈൽ ഫോണുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നിരുന്ന ഷവോമി എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി ഒരു കാർ ഉണ്ടാക്കി. പിന്നീട് അത് പോഷയ്ക്ക് പോലും വലിയ തലവേദനയായി എന്ന് പറയേണ്ടി വരും. അതാണ് ഷവോമിയുടെ SU7 അൾട്ര എന്ന് പറയുന്ന മോഡൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ വാഹനത്തിനെ കുറിച്ചും ഇതിനകത്തുള്ള രസകരമായ ഫീച്ചറുകളെ കുറിച്ചും ഇതിൻ്റെ ഹൈലൈറ്റ്സിനെ കുറിച്ചുമാണ്. ചൈനയിലെ കാർ ഹണ്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ചൈനീസ് മാർക്കറ്റിൽ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് GCCയിലെ എല്ലാ കൺട്രീസിലും എത്തിക്കാൻ പറ്റില്ല, ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിന് സഹീർ ഭായിനെ ബന്ധപ്പെടാം. അത് നല്ല ബഡ്ജറ്റീവായിട്ട് ചെയ്യാൻ പറ്റൂട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ആൾക്കാർ അവിടെ വിദേശ വണ്ടികൾ ഇമ്പോർട്ട് ചെയ്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ചൈനയിൽ നിന്ന് കുറച്ചും കൂടി നല്ല പ്രൈസിൽ കിട്ടും. ഈ വീഡിയോയിലൊക്കെ നിങ്ങൾ പ്രൈസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതൊക്കെ GCC കൺട്രീസിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹീർ ഭായിനെ ബന്ധപ്പെടാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് ആക്കാം, അവിടെ സെല്ല് ചെയ്യാല്ലേ വണ്ടികൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ബന്ധപ്പെട്ട് നോക്കാം. അപ്പോൾ ഇതാണ് SU7 അൾട്ര. ചൈനീസ് ഭാഷയിൽ ഇത് പ്രൊണൗൺസ് ചെയ്യുന്നത് SU7 അൾട്ര എന്നുള്ളതാണ്. ആ SUവിനെ അവർ പ്രൊണൗൺസ് ചെയ്തത് അങ്ങനെയാണ്. പ്രശസ്തമായിട്ടുള്ള മൊബൈൽ നിർമ്മാണ കമ്പനിയായിട്ടുള്ള ഷവോമിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ MI എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് SU7 അൾട്ര എന്ന് പറയുന്ന മോഡലാണ്. അതിന് SU എന്ന് പറയുന്ന ഒരു മോഡലും ഇവിടെയുണ്ട്. ഇത്രയും കളറുകൾ ഇത് അവൈലബിൾ ആണ്. ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങളത് കമന്റ് കേട്ടോ. 1 2 3 4. ഓക്കെ, ഒരു പിങ്ക് ഒക്കെ അല്ലേ, നല്ല രസമുണ്ട്. SU7 അൾട്രയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വാഹനങ്ങളിലൊന്നാണ് എന്നാണ് ഇത് ക്ലെയിം ചെയ്തത്. 350 km/h വേഗതയിൽ ഇത് സഞ്ചരിക്കും എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്. ഇനി വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡലിൽ ശരിക്കും പേറ്റന്റ് ഉള്ളത് പോഷയ്ക്കാണ്. നമുക്കൊക്കെ അറിയാം ഈ ഒരു ഡിസൈൻ പോഷയുടെ തന്നെയാണ്. പക്ഷേ ചൈനീസ് മാർക്കറ്റിൽ ഇതിൻ്റെ ഈ ഒരു പേറ്റന്റ് എക്സ്പയർ ആയ അതേ മൊമെന്റിൽ ഷവോമി ഇതിൻ്റെ പേറ്റന്റ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന രസകരമായിട്ടുള്ളൊരു വാർത്ത നമ്മൾ കേട്ടു. അത് കൺഫേം ഒന്നുമല്ല, പക്ഷെ അങ്ങനെ ഒരു ന്യൂസ് നമ്മൾ ഇതിനിടയിൽ കേട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പോഷയുടെ ടൈക്കാൻ, അതുപോലെ തന്നെ ടെസ്ലയുടെ മോഡൽ S തുടങ്ങിയ മോഡലുകളോട് ബഡ്ജറ്റീവ് റിവലാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടിരിക്കുന്ന SU7 എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ വാഹനം കുറച്ചും കൂടി ട്രാക്ക് ഓറിയൻറ്റഡ് ആണ്, പവർഫുൾ ആണ്. ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ബഡ്ജറ്റീവാണ്, റേഞ്ച് കൂടുതലാണ്. അതായത് SU7 അൾട്രയും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഓരോ എലമെൻറ്റുകളായിട്ട് നമുക്ക് പരിശോധിക്കാം. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹുഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒരു സ്പോർട്ടി അപ്പീൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ വലിയ ഹുഡ് സ്പേസ് ആണ്. ആക്ച്വലി അതിനകത്ത് എഞ്ചിനല്ല, സ്റ്റോറേജ് സ്പേസ് ആണ്. അത് ഓപ്പൺ ആക്കുന്നത് ഞാൻ കാണിക്കാം. ഹെഡ് ലാമ്പ് ഏറെക്കുറെ പോഷയോട് തത്തുല്യമായിട്ടുള്ള ഹെഡ് ലാമ്പുകളാണ്. ഇവിടെ നമുക്ക് ലിപ്സും കാര്യങ്ങളൊക്കെ കാണാം. അതിനകത്ത് എയർ വെന്റ് കൊടുത്തിട്ടുണ്ട്, ആക്റ്റീവാണ്. ആ ഒരു സ്പോർട്ടിനെസ് അത് ഹൈലൈറ്റ് ചെയ്യുന്നു. ബമ്പറൊക്കെ നോക്കിയാൽ വാവ്, ഇതും ഓപ്പൺ ആണ്, നൈസ്. ഇവിടെ നമുക്ക് എയർ ഡാം യൂണിറ്റ് കാണാം. ഇത് ഹെഡ് ലാമ്പ് വാഷിംഗ് യൂണിറ്റ് ആണ്. പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ലിപ്പൊക്കെ കണ്ടല്ലേ, ശരിക്കും ഒരു സ്പോർട്ടി അപ്പീൽ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. MIൻ്റെ ബാഡ്ജിങ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ഒരു ഹുഡ് സ്പേസ് നമുക്ക് ഓപ്പൺ ആക്കാം. അതിൻ്റെ ബട്ടൺ എവിടെ കൊടുത്തേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെയാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഓട്ടോമാറ്റിക്കലി ഇത് ഓപ്പൺ ആയിട്ട് വരും. അടിപൊളി. ഇവിടെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷർ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാനുള്ള ഭാഗം ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. നൈസ്. ഇനി ഇതിൻ്റെ ഹോഴ്സ് പവറും കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 27,200 RPM, 1138 kW പവർ, 1770 Nm ടോർക്ക്, ഡിസൈൻഡ് ബൈ ഷവോമി എന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യാൻ ഈ ബട്ടൺ തന്നെ നിൽക്കുക. ആ സമയത്ത് ഇത് ക്ലോസ് ആവും. നൈസ് അല്ലേ, അടിപൊളി. ഇലക്ട്രോണിക്കലി ഓപ്പറേറ്റഡ് ഫുഡ് സ്പേസ്. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് സംസാരിക്കാം. ശരിക്കും ആ ഒരു സ്പോർട്ടി കാറിൻ്റെ എല്ലാ അപ്പീലും ഉണ്ട്. പോഷേനോട് വളരെ കണക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. 21 ഇഞ്ച് വീലുകളാണ് കൊടുത്തേക്കുന്നത്. അതിനകത്തൊരു യെല്ലോ എലമെൻറ്റുകളൊക്കെ കാണാം. ബ്രേക്ക് കാലിപ്പേഴ്സ് യെല്ലോ കളറിലാണ് വന്നിട്ടുള്ളത്. ഷവോമിയുടെ തന്നെ ബ്രേക്ക് കാലിപ്പേഴ്സ് ആണ്. അൾട്രാ ബാഡ്ജിങ് കാണാം, ഡിസ്ക് ബ്രേക്കിൻ്റെ ഭാഗം കാണാം. ഒരു സ്പോർട്ടി ടയറാണ്. ഇനി വേറൊരു കാര്യം, അതിലേക്ക് നോക്കൂ, ആ പിങ്ക് കളറിലേക്ക് അതിൻ്റെ വീലൊക്കെയാണ് നല്ല രസമല്ലേ, ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഇനി ഇവിടെ ലൈഡാർ സിസ്റ്റം, അതുപോലെ തന്നെ ക്യാമറ യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം. 2 ഫ്രണ്ട് ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ട് ADS3 ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്കൊരു ക്യാമറ യൂണിറ്റ് കാണാം. ഇതാണ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ, അതായത് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള. ഇവിടെ നമുക്ക് U7 കാണാം, SU7ൻ്റെ U7. ഓക്കെ, ക്യാമറ യൂണിറ്റ്, സൈഡ് വ്യൂ മിറർ വിത്ത് ഇൻഡിക്കേറ്റർ, കാർബൺ ഫൈബറാണ് കൊടുത്തേക്കുന്നത്. അൾട്രാ ബാഡ്ജിങ്. അപ്പോൾ തന്നെ ഈ ഒരു ലിപ്പ് നോക്കിയാൽ അതും കാർബൺ ഫൈബറാണ്. ഫ്രണ്ടിലും കാർബൺ ഫൈബറായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഡോർ ഹാൻഡിൽസ് ഇത് ജസ്റ്റ് പ്രസ് ചെയ്യുന്ന പോലെയാണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുമ്പോൾ ഇത് താഴത്തേക്ക് പോകും. അതായത് ഓക്കെ, അത് ക്ലോസ് ചെയ്താൽ മാത്രം ഫുള്ള് താഴുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു ക്യാമറ യൂണിറ്റ് കാണാം. ലൈഡാർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വന്നേക്കണാണ്.
നൈസ്. അതുപോലെ അൾട്രാ എന്ന് എഴുതിയേക്കണം അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ വർക്ക്, അത് ഫ്രണ്ടിൽ നമ്മൾ ഹുഡിൽ കണ്ട അതേപോലെ തന്നെയാണ് ഈ ഒരു കൂപ്പേ സ്റ്റൈലൊക്കെയാ. അടിപൊളി അല്ലേ. ഇനി ചാർജിങ് പോർട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് ചാർജിങ് പോർട്ട് വരുന്നത്. ചാർജിങ് പോർട്ടാണെന്നുള്ള സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബട്ടൺ, ഇത് ശരിക്കും ബട്ടണായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ആവുകയും ചെയ്യും. അത് ക്ലോസിംഗ് ആണെന്നുള്ള മാർക്കിംഗ് ഒന്നും അവിടെ കൊടുത്തിട്ടില്ല. റൂഫ് ഭാഗം കാർബൺ ഫൈബറാണ്. ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഡീഫോഗർ ലൈൻസും കാര്യങ്ങളൊക്കെ കാണാം. ഭയങ്കര വിസിബിൾ അല്ല, കാരണം ഇത് ടിൻറ്റഡ് ആണ്. ഇവിടെ നമുക്ക് ടിൻറ്റഡ് ആണ്, അത് ഫാക്ടറി ടിൻറ്റഡ് ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആണ് ഈ ഗ്ലാസിനെ മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതാണ്. നൈസ്. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷവോമിയുടെ ഒരു ലെറ്ററിങ് കാണാം, SUV അൾട്രാ എന്ന് കാണാം. ഇനി ഈ ഒരു ചൈനീസ് ഭാഷയിൽ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല, അതും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെയിൽ ലാമ്പാണല്ലേ. സൂപ്പർ. പാർക്കിംഗ് സെൻസർ കാണാം. ഇവിടെ നമുക്കിത് ആക്റ്റീവാണ്. എയർവെൻറ്റ് ബമ്പേഴ്സൊക്കെ നോക്കിയാൽ ഭയങ്കര അഗ്രസീവായിട്ടല്ലേ. അതെല്ലാം ഒരു പിയാനോ ബ്ലാക്കിനകത്താണ് കൊടുത്തേക്കണേ. അതുപോലെ ഒരു കാർബൺ ഫൈബർ സ്പോയിലർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ ഒരു ബട്ടൺ, ഇവിടെ ഒരു ക്യാമറ ഉണ്ട് കേട്ടോ. അതുപോലെ അവിടെ നമുക്കൊരു ക്യാമറ ഉണ്ട്. ഇനി ഈ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. ഇതാണ് ബൂട്ട് സ്പേസ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ. താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് കാണാം. ഹുക്ക്, ലാമ്പ് യൂണിറ്റ് എവിടെയും കണ്ടില്ലേ. ലാമ്പ് യൂണിറ്റ് മിസ്സിങ് ആയി തോന്നി. ഇനി വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് കൊടുത്തുക്കണമെന്നും എനിക്കറിയില്ല. ക്ലോസ് ചെയ്യാം. ക്ലോസിംഗ് ബട്ടൺ ഏറെക്കുറെ സെയിം തന്നെയാണ്. നൈസ്. അടിപൊളിയല്ലേ. ഇനി നമ്മൾ ഇൻറ്റീരിയർ പരിശോധിക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോർ ഓപ്പണായി തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. നേരത്തെ തന്നെ നിങ്ങൾ ഇൻറ്റീരിയർ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് മെറ്റീരിയലാണ്. അതിനകത്ത് ലെതർ വരുന്നുണ്ട്, അൽക്കണ്ടാറ മെറ്റീരിയൽസ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഇത് അൽക്കണ്ടാറ മെറ്റീരിയലാണ്. ഇവിടെ അൽക്കണ്ടാറ മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ വേർപ്പ് ഇതുമ്പോൾ വരും എന്നുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കൈവെക്കുന്ന ഏരിയയാണ്. കൈവെക്കുന്ന ഏരിയയിൽ എപ്പോഴും ലെതറും ഫാബ്രിക് പോളിസ്റ്റൊക്കെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു കാർബൺ ഫൈബർ എലമെൻറ്റ് കാണാം. ഇത് ലെതറാണ് വിത്ത് യെല്ലോ സ്റ്റിച്ചിങ് കാണാം. ഈ യെല്ലോ കാണുന്നത് ലെതറാണ്, ഇതൊക്കെ ലെതറാണ്. പവർ വിൻഡോ കൺട്രോൾസ് ആണ്. അത് പ്ലാസ്റ്റിക് ആണ് ആക്ച്വലി, ബട്ട് ഈ മെറ്റീരിയൽ നല്ല രസമുണ്ട്, ഒരു തിളക്കമുള്ള മെറ്റീരിയൽ പോലെ. ഇതാണ് ഡോർ ഹാൻഡിൽസ്, അകത്തുനിന്ന് കൺട്രോൾ ചെയ്യാനുള്ളത്. ഇനി എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫിസിക്കൽ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. ഷവോമിയുടെ തന്നെ മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അവർ ആ കാര്യത്തിലൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. കാരണം അവർക്ക് തന്നെ സാധനമുണ്ട്. അൾട്രാ എന്ന് പറഞ്ഞിട്ട് സില്ലും കാര്യങ്ങളൊക്കെ കാണാം. സീറ്റ് ഒരു സ്പോർട്ടി സീറ്റാണ് വരുന്നത്. അത് ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മൂവ് ചെയ്യുന്നു. യെസ്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റിൻ്റെ ഭാഗം ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. അൾട്രാ എന്ന് പറയുന്ന ലെറ്ററിങ് കാണാം. ഇത് ലെതറാണ്, അൽക്കണ്ടാറ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു ഫാബ്രിക് മെറ്റീരിയൽ കൊടുത്തിട്ട് ആ ഒരു എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ സീറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഇതിനകത്തൊരു സ്പീക്കർ ഉണ്ട്. ആ സ്പീക്കറിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൈവർക്ക് നാവിഗേഷൻ്റെ റൂട്ട് മാപ്പ് പറഞ്ഞു കൊടുക്കാൻ ഈ സ്പീക്കർ സഹായിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടേൺ റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളല്ല വണ്ടിക്ക് ടേൺ റൈറ്റ് ചെയ്യാം. ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്താം. അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കാറിനകത്ത് വെച്ച് സ്മോക്ക് ചെയ്യുന്ന ആളാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആ ഒരു സ്മോക്ക് സ്മെല്ല് എപ്പോഴും ഉണ്ടാവില്ല, സിഗരറ്റിൻ്റെ സ്മെല്ല്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടോ വേറൊരാളൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത്? അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവോൾവ് ആണ് പുറത്തിറക്കിയിരിക്കുന്ന പുതിയ പ്രൊഡക്റ്റാണ് ഇവരുടെ ഒരു പ്രീമിയം പാക്ക്. ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ്, സിഗരറ്റിൻ്റെ അതായത് സ്മോക്ക് സ്മെല്ലും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്തുനിന്ന് ഒഴിവാക്കാം എന്നുള്ളത്. സ്മോക്ക് ചെയ്യുന്നത് ശരിക്കും ആരോഗ്യത്തിന് ഹാനികരമാണ്, അത് ചെയ്യാതിരിക്കുക. പക്ഷേ അങ്ങനെ ഹാബിറ്റുള്ള ആളുകൾ അത് വാഹനത്തിനകത്തുനിന്ന് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവോൾവ് വണ്ണിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇൻറ്റീരിയറിനെയും ഡാഷ്ബോർഡിനെയും ഒക്കെ കുറച്ചുകൂടി അടുത്ത് പരിശോധിക്കാം. ഇതൊക്കെ നോക്കിയാൽ ഇങ്ങനെ പരസ്പരം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. ഇനി ഇതെന്താണെന്നറിയോ, ഇത് ശരിക്കും ഇവർ പറയുന്നത് ഗോപ്രോ മൗണ്ട് എന്നാണ്. അതായത് ഗോപ്രോ വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹെഡപ്പ് ഡിസ്പ്ലേ ആണ്, അത്യാവശ്യം നല്ല ഹെഡപ്പ് ഡിസ്പ്ലേ ആണല്ലോ. അവരെ മേത്ത് അത് കറക്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. അതായത് സാധാരണയെ അപേക്ഷിച്ച് വലിയ സ്ക്രീനാണ്. ഒരു 10 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ അവിടെ കാണുന്ന പോലത്തെ ഒരു ഫീലിലാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇതാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മൊത്തം അൺലോക്ക് ആവും. ബൂട്ട് ഓപ്പൺ ചെയ്യാം, ചാർജിങ് പോർട്ടൊക്കെ ഓപ്പൺ ചെയ്യാനുള്ളത് ഇവിടെ നമുക്ക് കാണാം. മ്യൂസിക് സിസ്റ്റം, നാവിഗേഷൻ, മെനു. ഇത് ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ട് ട്രാക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്.
ഈ ട്രാക്കിലൊക്കെ പോയി ഓടിക്കാനാണ് ഇവർ പറയുന്നത് തോന്നുന്നത്. ഓക്കെ, ഒരു ട്രാക്ക് ബട്ടൺ അഡീഷണലി കൊടുത്തിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ വണ്ടിയിലും നേരിടുന്ന ഒരു പ്രയാസമാണ്. കാരണം ഈ മെനൂസ് നമുക്ക് മനസ്സിലാവില്ല. ഷവോമി പൈലറ്റ് എന്നുണ്ട്, അതായത് ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു പാർക്കിങ്ങിൽ നിന്നൊക്കെ പുറത്തേക്ക് ഓട്ടോമാറ്റിക്കലി കൊണ്ടുവരാൻ പറ്റും. ആ തരത്തിൽ ക്രമീകരിക്കപ്പെട്ടുള്ളതാണ്. അതായത് പാർക്കിൽ നിന്ന് പുറത്തിറക്കാൻ ഡ്രൈവറുടെ സഹായം ആവശ്യമില്ല, എനിക്കൊരു ആളുടെയും സഹായം ആവശ്യമില്ല നമ്മൾ പറയില്ലേ, അതുപോലെ. മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷേ ചൈനീസ് ആയതുകൊണ്ടൊന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് ഡൈനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിററാണ്. 2 വയർലെസ് ചാർജിങ് പോർട്ടും അതിന് ഒരു തണുപ്പിക്കാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഈ തണുപ്പിക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഏറെക്കുറെ നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങി എന്നുള്ളതാണ്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം, അതുപോലെ തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാം. ഇനി വേറൊരു കാര്യം കാണിച്ചിട്ട്, ഇത് നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷവോമിയുടെ ഈ ഒരു SU7 എന്ന് പറയുന്നതിൻ്റെ ഒരു ഡിസൈനാണ്. അവിടേക്ക് തന്നെ ശ്രദ്ധിച്ചോ ഓക്കെ. യെസ്, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ വണ്ടി ഓൺ ആവും. ആ സമയത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇങ്ങോട്ട് ഫ്ലിപ്പായിട്ട് വരും. അതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. മാത്രമല്ല ഒരു ചെറിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം. അധികം സ്ഥലം മുടക്കിയിട്ടില്ല, മാത്രമല്ല എനിക്ക് നല്ല വിസിബിളാണ്. ഇതാണ് ഇപ്പോൾ എൻ്റെ ഐ പൊസിഷൻ കേട്ടോ. അപ്പോൾ അതിനിടയിലൂടെ എനിക്ക് ശരിക്കും അത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. വീണ്ടും ഇതിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിക്കണം എന്നുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യ പ്രകാരം ചൈനീസ് എനിക്കറിയാത്തതുകൊണ്ട് കാര്യമായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. ക്യാമറ വിസിബിലിറ്റി ഒന്ന് കാണിക്കാം. ക്വാളിറ്റി ഉണ്ട്, ബട്ട് സ്റ്റിൽ ഈ വൈഡൊക്കെ കാണുന്ന സമയത്ത് എവിടേക്കോ ഒരു ക്വാളിറ്റി പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്യണു. അത് ഇമ്പ്രൂവ് ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇനി വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഫാൻ അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനത്തെ ബട്ടൺസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്, ഒരു ആക്സസറീസ് ബട്ടൺ കൂടി കിട്ടാനുണ്ട്. അതായത് ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ യൂണിറ്റ് കൂടി ഇതിനകത്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം, AC വെൻറ്റുകൾ ഇവിടെയാണ് കൊടുത്തേക്കുന്നത് ഹിഡൻ ആയിട്ട്. അതിപ്പോൾ നമ്മുടെ നാട്ടിലും വന്നുകൊണ്ട് വലിയ ഹൈലൈറ്റുകളായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു ഡോറിൻ്റെ ഒക്കെ ഭംഗി നോക്കിയാ, വാവ്, നെക്സ്റ്റ് ലെവലല്ലേ. സെൻട്രൽ കൺസോളിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ കാർബൺ ഫൈബർ മെറ്റീരിയലാണ് ക്രമീകരിക്കപ്പെട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തും സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇവിടെ ഉണ്ടോ ഒരു സ്റ്റോറേജ് ഏരിയ, അതേപോലെ ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ കാണാം, അവിടെയും ഒരു സ്റ്റോറേജ് ഏരിയ കാണാം. എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വെക്കാം, പ്രത്യേകിച്ച് കുട്ടികളിൽ നിന്നൊക്കെ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയകളാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഇവിടെ നമുക്ക് കാണാം. കുട്ടികൾക്ക് ആ സ്ഥലം പറഞ്ഞു കൊടുക്കരുത്. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെഡൽസൊക്കെ നോക്കിയാൽ നൈസ്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു സ്ഥലം പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ ആദ്യം വന്നിട്ട് അവർ അതിനകത്താവും കയറാം. ഇനി ഇവിടെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലോ ബോക്സും ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് തീം നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. ഇനി റൂഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ലാമ്പിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ടച്ചാണ്. ടച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ബട്ടറാണ്, ആക്ച്വലി രണ്ടും കൂടി ടുഗദറാണ്. അൽക്കണ്ടാറ മെറ്റീരിയലാണ് റൂഫിലൊക്കെ കൊടുത്തേക്കണേ. സൺ റൂഫ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടില്ല. ഇനി ബാക്ക് ഡോറിലേക്ക് വരാം. വാവ്, ഇലക്ട്രിക്കലി ഓപ്പറേഷൻ തന്നെയാണ്. അതുപോലെ ആ ഒരു പ്രീമിയം മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫ്രെയിംലെസ് ഡോറാണ്, ടിൻറ്റഡ് ആണെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. സീറ്റ് 3 ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, 2 യെല്ലോ, അത് മെയിൻ. അതുപോലെ തന്നെ സെൻട്രലൊന്ന് സാധാരണ പോലെയും കൊടുത്തിട്ടുണ്ട്. അൽക്കണ്ടാറ മെറ്റീരിയൽസ് ഒക്കെ തന്നെയാണ് സീറ്റിൽ കൊടുത്തേക്കുന്നത്. അതുപോലെ ഈ സീറ്റിൻ്റെ ബാക്ക് ഭാഗം കാർബൺ ഫൈബർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ആക്സറീസ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ കാണാം. ലെഗ് റൂം നൈസാണ്, പക്ഷേ തൈ സപ്പോർട്ട് കുറച്ച് കുറവാണ്. കാല് ഇതിനകത്തേക്ക് കയറ്റി വെക്കാം. ഇവിടെ 2 C ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ കാണാം. അതുപോലെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ജസ്റ്റ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആയിട്ട് വരും. അത് ഈ വാഹനത്തിനകത്തുള്ള ഫ്രിഡ്ജാണ്, കൂളിംഗ് കമ്പാർട്ട്മെൻറ്റ്. നൈസ് അല്ലേ? ഇതും ഒരു കാർബൺ ഫൈബർ മെറ്റീരിയലാണ്. പിടിക്കാൻ കൊടുത്തേക്കുന്ന ലെതറിൻ്റെ ഒരു സംഭവമാണ്. കൊള്ളാം. ഇനി ഇവിടെ നമുക്ക് ആംബ്രസ്റ്റ് ഉണ്ട്. ആംബ്രസ്റ്റിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നൈസ് അല്ലേ സംഭവം മൊത്തത്തിൽ? ഇനി ഹെഡ് റൂം നോക്കിയാൽ ഒരു 3 വിരലിൻ്റെ ഗ്യാപ്പും ഹെഡ് റൂമായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഷവോമിയുടെ SU7 അൾട്ര എന്ന് പറയുന്ന മോഡൽ. 5,29,000 RMB ആണ് ഇവിടുത്തെ ഇതിൻ്റെ ചൈനീസ് പ്രൈസ് വരുന്നത്. 630 കിലോമീറ്റർ മുതൽ 800 കിലോമീറ്റർ വരെ ഒറ്റ ചാർജിൽ സഞ്ചരിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു വാഹനം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. 100 kWh ഒരു ബാറ്ററി പാക്കാണ് ഇതിന് കരുത്ത് പകരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ RPM കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ചു, വില സംസാരിച്ചു, ഈ വണ്ടീൻ്റെ മൊത്തം പരിചയപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.